ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റായ സിമിലർ ട്രയാങ്കിൾസ് സദൃശ ത്രികോണങ്ങൾ എന്ന പാഠഭാഗത്തിലെ പേജ് 102 ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചോദ്യം വായിക്കാം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 3/4 ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഗിവൺ ട്രയാങ്കിൾ വിത്ത് ദ സെയിം ആംഗിൾസ്. അപ്പോൾ ആംഗിൾസ് തന്നിട്ടുണ്ട് 50ഉം 70ഉം, ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ. ഈ സൈഡിൻ്റെ എന്താണ് മുക്കാൽ ഭാഗം വരുന്ന വേറൊരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് മുക്കാൽ ഭാഗം എന്ന് പറയുമ്പോൾ 6ൻ്റെ മുക്കാൽ ഭാഗം എത്ര വരിക. അപ്പോൾ ഇതിനേക്കാൾ ചെറിയൊരു ട്രയാങ്കിൾ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ 6ൻ്റെ 3/4 എന്ന് പറയുമ്പോൾ 6 × 3/4 നമുക്ക് എത്രയാണെന്ന് നോക്കാം. 6 × 3/4 2 times goes 3 times 3 2 6 3 3 is 9 9/2 9/2 വരുമ്പോൾ 4.5 സെൻറ്റിമീറ്റർ എന്ന് വരും. അപ്പോൾ താഴത്തെ ലെങ്ത് 6ന് പകരം നമുക്ക് എത്ര എടുക്കണം? 4.5 സെൻറ്റിമീറ്റർ എടുക്കണം. അതനുസരിച്ച് ബാക്കിയുള്ള എല്ലാ സൈഡും 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഈ സൈഡിൻ്റെ മുക്കാൽ ഭാഗമായിരിക്കും നമ്മളിനി വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിൻ്റെ വശത്തിൻ്റെ നീളം. 50യുടെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ ഇത് എത്ര ലെങ്താണ് ഇതിൻ്റെ മുക്കാൽ ഭാഗമേ കാണത്തുള്ളൂ. 3/4 ഓഫ് ദ ഗിവൺ ട്രയാങ്കിൾ. ആംഗിൾസ് എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇത് വരയ്ക്കാം. ആദ്യം 4.5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. എന്നിട്ട് എത്രയായിരുന്നു? 60ഉം 50ഉം 70ഉം ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇവിടെ 50ഉം ഇവിടെ 50 എടുക്കണം. ശരിക്ക് പിടിച്ചോണം കേട്ടോ. 50ഉം ഇവിടെ വെച്ചിട്ട് ഇത് 70 ഡിഗ്രി എടുക്കണം. 0 60 70 എന്നിട്ട് വരയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്രം. അതായത് ഇവിടെ 4.5 സെൻറ്റിമീറ്റർ, ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 70 ഡിഗ്രി. അപ്പം ആദ്യം ഇവിടുത്തെ നീളം എത്രയായിരുന്നു? 6 സെൻറ്റിമീറ്റർ. 6ൻ്റെ മുക്കാൽ ഭാഗമാണ് 4.5 എന്ന് വന്നത്. നമ്മൾ ചെയ്ത് നോക്കിയാൽ 6 × 3/4 ചെയ്തപ്പോൾ 4.5 ആണ് കിട്ടിയത്. അത് കണക്ക് ഈ വശങ്ങൾ, ഈ രണ്ട് വശങ്ങളും ആദ്യത്തെ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മുക്കാൽ ഭാഗമായിരിക്കും ഇവയുടെ നീളം. 50 ഡിഗ്രിയുടെ എതിരെയുള്ള വശം ഇതാണ്. അപ്പോൾ ഈ വശത്തിൻ്റെ നീളം ആദ്യത്തെ ത്രികോണത്തിൽ 50 ഡിഗ്രിക്ക് എതിരെ എത്ര നീളം ഉണ്ടായിരുന്നോ അതിൻ്റെ മുക്കാൽ ഭാഗമായിരിക്കും. 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വശത്തിൻ്റെ നീളവും ഇതുപോലെ തന്നെ ആദ്യത്തെ ത്രികോണം എത്ര ഉണ്ടായിരുന്നോ നീളം അതിൻ്റെ മുക്കാൽ ഭാഗം തന്നെ ആയിരിക്കും. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. മനസ്സിലായോ? Page 105, question number 1. One side of a triangle is 8 centimeters and two angles on it are 60 degree and 70 degree. Draw a triangle with a length of sides 1.5 times that of this triangle and with the same angles. ഞാൻ ഈ ഫിഗർ വരച്ചിട്ടുണ്ട്. റഫ് ഫിഗറാണ്, യഥാർത്ഥത്തിലുള്ള മെഷറൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ പറയുന്നത് 8 സെൻറ്റിമീറ്ററിൻ്റെ 1.5 മടങ്ങ്. അപ്പോൾ 1.5 മടങ്ങ് എന്ന് പറയുമ്പോൾ 3/2 അല്ലേ? നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 8 × 3/2 4 × 3 is 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 8ന് പകരം എത്രയായിരിക്കണം? 12 സെൻറ്റിമീറ്റർ നീളത്തിൽ വരച്ചിട്ട് 60 ഡിഗ്രിയും 70 ഡിഗ്രിയും എടുത്ത് ചിത്രം പൂർത്തിയാക്കുക. ഇപ്പോൾ 1.5 ടൈംസ് ആയതുകൊണ്ട് ഇതിനേക്കാൾ വലിയ ചിത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്കത് വരയ്ക്കാൻ നോക്കാം. ആദ്യം 12 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. അതിനുശേഷം ഒരറ്റത്ത് 60 ഡിഗ്രിയും മറ്റേ വശത്ത് 70 ഡിഗ്രിയും എടുക്കുക. ഇവിടെ
60 ഡിഗ്രി എടുക്കുക. ഇവിടുത്തെ 0 തൊട്ടുള്ളത് വേണം എടുക്കാൻ. 60. ഈ വശത്ത് 70 ഡിഗ്രി എടുക്കുക. ഇവിടുത്തെ 0 തൊട്ടുള്ളത് നോക്കി എടുക്കുക. നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി സ്കെയിൽ ഉപയോഗിച്ച് നീട്ടി വരയ്ക്കുക. എത്രത്തോളം നീട്ടാവോ അത്രത്തോളം നീട്ടണം, എന്നാലേ ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുകയുള്ളൂ. നോക്കിക്കേ, മാക്സിമം നീട്ടുക. താഴോട്ട് കാണിച്ചു തരാം, മേലോട്ട് കാണിച്ചു തരാം. സോറി. ഇപ്പോഴും മുട്ടിയിട്ടില്ല. ഇപ്പോഴാണ് കൂട്ടി മുട്ടിയത്. അപ്പോൾ താഴേക്ക് നോക്കുക. ഇവിടെ 60 ഡിഗ്രിയും ഇവിടെ കോണളവ് 70 ഡിഗ്രിയും ഇവിടെ എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആയിരുന്നു ആദ്യം തന്നെ. അതിൻ്റെ 1.5 മടങ്ങെന്ന് പറയുമ്പോൾ 12 സെൻറ്റിമീറ്റർ. അനുസരിച്ചായിരിക്കും 70 ഡിഗ്രി കോണിനെതിരെയുള്ള വശം എന്താണ്, എത്രയായിരിക്കും? 8 സെൻറ്റിമീറ്റർ വശമുള്ള ത്രികോണത്തിൻ്റെ 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വശത്തിൻ്റെ നീളത്തിൻ്റെ 1.5 മടങ്ങായിരിക്കും ഈ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ നീളം. അതുപോലെ തന്നെ 60 ഡിഗ്രി കോണിനെതിരെയുള്ള വശം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ത്രികോണത്തിൻ്റെ നീളം എത്രയാണോ അതിൻ്റെ 1.5 മടങ്ങ് ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് ചിത്രം വരയ്ക്കേണ്ടത്. സാധാരണ ഇത്രയും വലിപ്പമുള്ള ചിത്രമൊന്നും എക്സാമിനേഷന് വരാറില്ല. ഓക്കെ. പേജ് 103 ഒരു ചോദ്യമാണ് കാണിച്ചിരിക്കുന്നത്. അതായത് 2 ചിത്രങ്ങളുണ്ട്, രണ്ടും ട്രയാങ്കിളാണ്. ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് 3 തന്നിട്ടുണ്ട്, 3 സൈഡും തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ട്രയാങ്കിളിൽ ഒരു സൈഡേ തന്നിട്ടുള്ളൂ, 2 സൈഡ് തന്നിട്ടില്ല. നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷേ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്. വേണ്ടേ? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ, ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി. ഇവിടെ എക്സ് വൈ ഇസഡ് എന്നുള്ള ഡിഗ്രി മെഷർ തന്നിട്ടുണ്ട്, അതനുസരിച്ച് നമ്മൾ എഴുതിയതാണ്. അപ്പം ഈ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയതുകൊണ്ട് ഈ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്, പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത് സിമിലർ ട്രയാങ്കിൾസ് ആണ്. സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സിമിലർ ട്രയാങ്കിൾസ് sides opposite equal angles are in same ratio, they are in proportion. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എ എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ ബി സിയും ക്യു എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ പി ആറും ദേ ആർ ഇൻ ദ സെയിം റേഷ്യോ. അതുപോലെ തന്നെ ബി എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ എ സിയും ആർ എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ പി ആറും ദേ ആർ ഇൻ പ്രൊപ്പോർഷൻ. സി എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ എ ബിയും പി എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ ക്യു ആറും പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രൊപ്പോർഷൻ എഴുതി സൈഡ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് പ്രൊപ്പോർഷൻ എഴുതാം. എന്താണ്? എയുടെ ഓപ്പോസിറ്റ് സൈഡ്, എ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബി സി. അപ്പം ബി സി ബൈ പിന്നെ ക്യു എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ക്യുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പി ആ ഈക്വൽ ടു പിന്നെ എന്താണ്? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ, ബി എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ എ സി ബൈ ആറിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ പി ക്യു
3 സൈഡ് നമുക്ക് എഴുതാം. ഇപ്പം നമ്മൾ 2 സൈഡ് എഴുതുന്നുള്ളൂ. ബി സി ബൈ പി ആർ ഈക്വൽസ് എ സി ബൈ പി ക്യു. ബി സി എത്രയാണ്? 4 ബൈ പി ആർ നമുക്ക് കണ്ടുപിടിക്കണം. പി ആർ ഈക്വൽ ടു എ സി എത്രയാണ്? എ സി ഈസ് 6 ബൈ പി ക്യു എത്രയാണ്? 3. നോക്കിക്കേ, 4 ബൈ പി ആർ ഈക്വൽ 6 ബൈ 3. അപ്പോൾ നമുക്ക് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് ആൻസറിൽ എത്തത്തില്ലേ? നോക്കിക്കേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 4 × 3 12, 6 പി ആർ. 6 പി ആർ ഈക്വൽസ് 4 × 3 ഈക്വൽസ് 12. അല്ലെങ്കിൽ കട്ട് ചെയ്തും ചെയ്യാം. Therefore പി ആർ ഈക്വൽസ് 12 ഡിവൈഡഡ് ബൈ 6 ഈക്വൽസ് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ പി ആറിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടി. എത്രയെന്ന് കിട്ടി? 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇതുപോലെ നമുക്കിനി ഏതാണ്? ക്യു ആർ ആണ് കണ്ടുപിടിക്കേണ്ടല്ലേ? ഇതുപോലെ നമുക്ക് ക്യു ആർ കണ്ടുപിടിക്കാം. അപ്പോൾ ക്യു ആർ എങ്ങനെ കണ്ടുപിടിക്കാം? അതിൻ്റെ റേഷ്യോ നമുക്ക് എടുക്കാം. ആംഗിൾ പിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ ക്യു ആർ? ഇത് രണ്ടും എടുത്തേ. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി. സിയുടെ ഓപ്പോസിറ്റ് സൈഡായ എ ബി ബൈ പിയുടെ ഓപ്പോസിറ്റ് സൈഡ്, ആംഗിൾ പിയുടെ ഓപ്പോസിറ്റ് സൈഡായ ക്യു ആർ ഈക്വൽ ടു ഇത് തന്നെ അങ്ങ് എടുത്താൽ പോരെ? എ സി ബൈ പി ക്യു എടുക്കാം, അല്ലെങ്കിൽ ബി സി ബൈ പി ആർ എടുക്കാം. പി ആറിൻ്റെ വാല്യൂ കിട്ടിയില്ലേ? എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഈക്വൽസ് ബി സി ബൈ, അല്ലെങ്കിൽ ഇപ്പം എ ബി ബൈ ക്യു ആർ. ഇപ്പം 3 സൈഡ് നമുക്കുണ്ട്. നമുക്ക് ഏത് റിലേഷൻ വേണമെങ്കിലും എടുക്കാം. അപ്പം നമ്മളിപ്പം എ ബി ബൈ ക്യു ആർ ഇസ് ഈക്വൽ ടു എ സി ബൈ പി ക്യു എടുത്താലും ആൻസർ കിട്ടും. ബി സി ബൈ പി ആർ എടുത്താലും ആൻസർ കിട്ടും. അപ്പം ഞാൻ ബി സി ബൈ പി ആർ എടുക്കും. ഇവിടെ പി ആറിൻ്റെ വാല്യൂ കിട്ടിയുണ്ട്. ബി സി ബൈ പി ആർ. എ ബി എത്ര? 8. ക്യു ആർ ഈക്വൽസ് 8 ബൈ ക്യു ആർ ഈക്വൽസ് എത്ര കിട്ടും? ബി സി എത്ര? ബി സി 4 ബൈ പി ആർ നമുക്ക് കിട്ടി 2. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? 4 ക്യു ആർ ഈക്വൽസ് 16 എന്ന് കിട്ടും. എന്താ കിട്ടും? 4 ക്യു ആർ ഈക്വൽസ് 4 QR equals 4 into QR cross multiply 8 into 2 16. Therefore QR equals 16 by 4 എന്ന് കിട്ടും. അപ്പോൾ എത്ര കിട്ടും? ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പം ക്യു ആറിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പം ക്യു ആറും കിട്ടി, പി ആറും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ. അല്ല നമുക്ക് വേറെ രീതിയിൽ നോക്കിയാലോ? ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഇതുണ്ടേ പകുതിയല്ലേ വന്നിരിക്കുന്നത്. നോക്കിക്കേ, 4ൻ്റെ സ്ഥാനത്ത് 4ൻ്റെ പകുതി 2 വന്നിരിക്കുന്നു. 8ൻ്റെ സ്ഥാനത്ത് വരുന്ന ആംഗിളിൻ്റെ, അതായത് ഓപ്പോസിറ്റ് ആംഗിളാണ് നോക്കേണ്ടത്. 8ൻ്റെ പകുതി വന്നിട്ടുണ്ട് 4, 6ൻ്റെ പകുതി വന്നിട്ടുണ്ട് 3, 6ൻ്റെ പകുതി 3. അപ്പോൾ 8ൻ്റെ പകുതി 4, 4ൻ്റെ പകുതി 2. ഈ ആൻസറൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കിയുള്ള പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.